എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അറിയാമോ, ആ ജാനമര മോളെ കെട്ടാൻ പറഞ്ഞ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞാണ് ജാനമര മോളെ കെട്ടാൻ. പറഞ്ഞു. നീ കെട്ടിയോ? ഇല്ല. നീ കെട്ടിയിരുന്നെങ്കിൽ ആ കൊച്ചു ഈ വീട്ടിൽ വന്നേനെ. 2 ദിവസം കഴിയുമ്പോ ഞാൻ അവളോട്ട് ചെറിയ ഉരസിന് തുടങ്ങിയാന്. അവള് 2 പറയും, ഞാൻ 4 പറയും. ഇത് അവളമ്മ ജാനമ്മ അറിയും. അവള് വരും. അവളിവിടെ വന്നിരുന്നെങ്കിൽ അവള് ഞാനും കൂടി മുറ്റത്തിടുന്ന ഉരുളക്കൊണ്ടായിരുന്നു. ഇത് കാണുമ്പോ അവളെ മാപ്പിള വരും. അവന്റെ നെഞ്ചാ മൂടി നോക്കി ഞാൻ ചുടുകട്ട ഇറക്കിയത് ഞാൻ. അവള് മടൽ വെട്ടി പ്രേട്ടത്തിൽ കയറ്റി കൊടുത്തു. അങ്ങനെ 3 കൂടി ഓടി സ്റ്റേഷനിൽ ചെല്ലും. സ്റ്റേഷനിൽ ചെല്ലുമ്പോ മക്കളെ ഈ എസ് മുമ്പ് ഇരുന്ന് ചീത്ത വിളിക്കുന്ന സുഖം ബന്ധുക്കളെ പറഞ്ഞിരിക്കാൻ പറ്റൂല. അവസാനം പഞ്ചായത്ത് മെമ്പർ വന്ന് ഇതെല്ലാം പ്രശ്നം പരിഹരിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് സമാധാനായിട്ട് പായോട്ട് കിടക്കുമ്പോ കിട്ടുന്ന ഒരു കുളിരുണ്ടല്ല, അപ്പകത്തെ കുളിരാണ് കുളിര്. അതൊക്കെ അറിഞ്ഞൂടാ. അപ്പൊ വഴക്ക് തീർന്നതിന്റെ കുളിരായിരിക്കും അമ്മ? അല്ലല്ല, ഞാൻ വീണ്ടും തുടങ്ങണ്ടേ അതിന്റെ കുളിര്. നിങ്ങളെ ഒരു കാര്യം പറയാം. എന്തായാലും അവള് വന്നു ഒരു കുറച്ച് ദിവസം നിങ്ങൾ ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കുളിര് നടത്താം. പക്ഷെ അവള് പറയണ കുളിരും കൂടെ കേട്ടോണം. പിന്നെ ഞാൻ എന്റെ പട്ടിയാക്കും അവള്.